കേരളത്തിന് മൂന്നാമത് വന്ദേ ഭാരത് ട്രെയിൻ അനുവദിക്കപ്പെടുമ്പോൾ ബംഗളൂരുവിലേക്കുള്ള യാത്രാ ക്ലേശത്തിന് പരിഹാരമാവുകയാണ്. എറണാകുളം ബംഗളൂരു റൂട്ടിൽ പുതിയ വന്ദേ ഭാരത് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിന്റെ പ്രഖ്യാപനത്തെ സ്വാഗതം ചെയ്യുകയാണ് യാത്രക്കാർ. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിൽ BJP സംസ്ഥാന നേതൃത്വവും വന്ദേ ഭാരതിനായി ശക്തമായി ഇടപെട്ടിരുന്നു. എറണാകുളം ബംഗളൂരു റൂട്ടിൽ പുതിയ വന്ദേ ഭാരത് ട്രെയിൻ കേന്ദ്ര സർക്കാർ അനുവദിക്കുമ്പോൾ അതിനെ വലിയ ഒരു ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ ആശ്വാസമാണ്, യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം. കാരണം നിലവിൽ യാത്രാ സൗകര്യങ്ങൾ പരിമിതമാണ്. ഈ ഒരു ഘട്ടത്തിൽ വന്ദേ ഭാരത് അനുവദിക്കപ്പെട്ടിരിക്കുന്നു എന്നത് വലിയ ഒരു ആശ്വാസകരമായി തന്നെയാണ്. അതിനെ സ്വാഗതം ചെയ്യുകയാണ് യാത്രക്കാർ എല്ലാവരും തന്നെ. നവംബർ മാസം അവസാനത്തോടുകൂടി വന്ദേ ഭാരത് ട്രെയിൻ ഇത്തരത്തിൽ സർവീസ് ആരംഭിക്കുകയും ചെയ്യും. ഏറെ നാളത്തെ ആവശ്യം തന്നെയായിരുന്നു ആളുകളെ സംബന്ധിച്ചിടത്തോളം. ഈ വന്ദേ ഭാരത് ട്രെയിൻ ബംഗളൂരേക്ക് കൂടി അനുവദിക്കപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ നിലവിൽ. എങ്ങനെ കാണുന്നു അത്ര ഈ ഒരു നല്ല ഇതായിട്ടാണ്, നല്ല ഇതാണ്. നമുക്ക് പെട്ടെന്ന് ബാംഗ്ലൂർ പോകാൻ AC ഇതാണല്ലോ, ഒറ്റ ട്രിപ്പിൽ അങ്ങനെ പോവുകയും ചെയ്യാം. എല്ലാം വളരെ നല്ലതായിട്ട് പോകുന്ന ട്രെയിനാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ വലിയ ബുദ്ധിമുട്ടല്ല യാത്രക്കാർക്ക്, ബംഗളൂരു യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം. നല്ല സീസൺ ആകുമ്പോൾ നല്ല ബസ് സീസൺ ആകുമ്പോൾ നല്ല തിരക്കുള്ള സമയമാണ്. പക്ഷേ ഇപ്പോൾ ഈ വന്ദേ ഭാരത് വന്നുകൊണ്ട് നമുക്ക് കുറേ കൂടി ഈസി ആയിട്ട് പെട്ടെന്ന് പോകാൻ പറ്റും. സ്പീഡിലെത്തുകയും ചെയ്യില്ല, നേരത്തെ തന്നെ എത്തുകയും ചെയ്യും. ബാംഗ്ലൂർക്ക് പുതിയൊരു ട്രെയിൻ അനുവദിക്കപ്പെട്ടിരിക്കുന്നു ബംഗളൂരിലേക്ക്. അല്ല, പൊതുവെ യാത്രക്കാരെന്ന നിലയ്ക്ക് കൂടുതൽ ട്രെയിനുകൾ അനുവദിക്കുന്നതിന് എങ്ങനെ കാണുന്നു? കൂടുതൽ ട്രെയിനുകൾ അനുവദിക്കുന്നതിന് അത് നല്ല കാര്യം തന്നെയാണ്, അല്ലാന്ന് പറയുന്നില്ല. കാരണം ഞാൻ ഡെയിലി പോകുന്ന ആൾ തന്നെയാണ്. അപ്പോൾ നമുക്ക് പല സമയങ്ങളിലും ഈ പറഞ്ഞ പോലെ ട്രെയിനിൻ്റെ ഒരു ബുദ്ധിമുട്ട്, കാരണം ആൾക്ക് തിരക്കുള്ള ഇപ്പോൾ അവധി എൻ്റെയൊക്കെ വീക്കെൻഡൊക്കെ ആകുമ്പോൾ ഭയങ്കര തിരക്കാകുമ്പോൾ ആൾക്കാർക്ക് കയറാൻ പറ്റാത്ത പല സമയങ്ങളും ഉണ്ടായിട്ട് കണ്ടിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് തൃശ്ശൂർ വരെയുള്ളൂ, അതുകൊണ്ട് ബാംഗ്ലൂർ വരുന്നത് എനിക്ക് തൃശ്ശൂർ സ്റ്റോപ്പ് ഉണ്ട്. ഓക്കെ. അപ്പോൾ അതൊക്കെ നല്ല തന്നെയാണ്. ഇത്തരത്തിൽ യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ കൃത്യമായി തന്നെ സ്വാഗതം ചെയ്യുകയാണ് ഈ ഒരു പുതിയ തീരുമാനത്തെ. യാത്രാ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാനും യാത്രക്കാരുടെ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാനുമുള്ള ശ്രമങ്ങൾ ഉണ്ടാകുന്നു. ഒരു ഭാഗത്ത് കേന്ദ്ര സർക്കാർ തരം നടപടികളുമായി പോകുന്നു. ഇതുമായി റെയിൽവേ മന്ത്രി തന്നെ അതിൻ്റെ പ്രഖ്യാപനങ്ങൾ നടത്തുന്നു എന്ന് പറയുമ്പോൾ കേരളത്തിൽ നിരവധി യാത്രകൾ, ബംഗളൂരിൽ പല സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്ന IT സ്ഥാപനങ്ങളിലടക്കം ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. അവർക്കെല്ലാം തന്നെ ഈ ഒരു തീരുമാനം, പുതിയ വന്ദേ ഭാരത് വലിയ തോതിൽ ആശ്വാസമാകും. ക്യാമറാമാൻ സന്തോഷ് തിരുമലയ്ക്കൊപ്പം ജിജീഷ് കരുണാകരൻ, ജനം, കൊച്ചി.